ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടയുടെ സ്റ്റുഡൻറ് വിസയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോസിൽ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ബിൻസി ചേച്ചീനെയാണ്. ചേച്ചിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പുന്റെ ചായ കുടിക്കുന്ന വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ബിൻസി ചേച്ചി എത്ര നാളായി മാൾട്ടയിൽ വന്നിട്ട്? ഞാനിപ്പോ 5.5 years ആയി വന്നിട്ട്. ഞാൻ ഫാമിലി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ. ഞാൻ ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ബേബി ഉണ്ടായി. ഇപ്പൊ ആൾക്ക് ഇപ്പൊ 2.5 years ആയി. 2.5 years ആയില്ലേ? സ്റ്റുഡന്റ് വിസയിലാണോ അതോ വർക്ക് വിസയിലാണോ മാൾട്ടയിൽ ആദ്യമായിട്ട് എത്തിയത്? ഞാൻ സ്റ്റുഡന്റ് വിസയിലാണ് വന്നത്. ഞാൻ സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്. ഇവിടെ എംകാസ്റ്റിലാണ് പഠിക്കാൻ വേണ്ടിട്ട് വന്നത്. നാട്ടിലപ്പോ എന്തായിരുന്നു പഠിച്ചത്? ഞാൻ നാട്ടില് BCom ആയിരുന്നു, ബാച്ചുലർ ഓഫ് കൊമേഴ്സ് ചെയ്തു. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അണ്ടറിൽ ചെയ്തായിരുന്നു. ട്രിവാൻഡ്രത്താണ് നാട്. അപ്പൊ കറന്റ്ലി ഇപ്പോ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? കറന്റ്ലി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് എംകാസ്റ്റിലാണ്. അതായത് അതൊരു യൂണിവേഴ്സിറ്റി ആണ് ഇവിടുത്തെ. കോളേജ് നമുക്കറിയാം, മാൾട്ടയിലെ തന്നെ അത്യാവശ്യം നല്ലൊരു പേരുകെട്ട ഒരു കോളേജ് തന്നെയാണ്. അപ്പൊ അവിടെ ഞാൻ പഠിച്ചെടുത്തതാണ് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ എംകാസ്റ്റിലായിരുന്നു പഠിച്ചത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ അവിടെ തന്നെയാണ്. പിന്നെ ഒരു റെപ്യൂട്ടഡ് സെമി ഗവൺമെന്റ് കോളേജ് ആണ് എംകാസ്റ്റ് എന്ന് പറയുന്നത്. മാൾട്ടയിലേക്ക് ഇപ്പൊ പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട് ബിൻസിക്ക് എന്താണ് പറയാനുള്ളത്? മെയിൻലി പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാല് മാൾട്ടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോബ് ചെയ്യാനായിട്ട് റെഡി ആവണം. അതായത് ഞാൻ ഇന്ന പ്രൊഫഷൻ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മൾ എല്ലാം, അതായത് ബ്ലൂ കോളർ ജോബ്സ്, നമ്മൾ വൈറ്റ് കോളർ ജോബ്സ് മാത്രം നോക്കാണ്ട് നമ്മൾ ബ്ലൂ കോളർ ജോബ്സ് നമ്മൾ നോക്കുക. അതായത് പോസിബിലി നമുക്കിപ്പോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഹൈ പ്രൊഫഷൻ ജോബ്സ് ഒന്നും കിട്ടത്തില്ല. എല്ലാവരും ഇവിടെ, എനിക്കൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവരും നമ്മൾ ആദ്യമേ ഒരു സ്മോൾ ജോബ് വെച്ചിട്ടാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ ഗ്രോത്ത് വരികയും ചെയ്യണം. അതിനുള്ള പേഷ്യൻസും വേണം നമുക്ക് ആക്ച്വലി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറന്റിൽ ഡിഷ് വാഷറായിട്ട് ജോലി കിട്ടണമെങ്കിൽ അത് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ കരിയർ പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നല്ല ജോലിയിലേക്ക് കയറാമെന്നൊന്നും ആരും വിചാരിക്കരുത്. പതിയെ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കരിയർ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ. മോസ്റ്റ്ലി നമ്മളിപ്പോ ഏത് പുറം നാട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. മോസ്റ്റ്ലി നമ്മളിപ്പോ UK ആയാലും ന്യൂസിലാൻഡ് ആയാലും എല്ലാവരും മോസ്റ്റ്ലി ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതേപോലെ ആദ്യം ഒരു ഫേസ് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ദെൻ ദേ ഗെറ്റ് ഗുഡ്, നല്ലൊരു പൊസിഷൻസ് ഒക്കെ കിട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പിന്നെ ലൈഫിൽ ഒരു ബെറ്റർമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വേറെ എടുത്തു പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എംകാസ്റ്റ് കോളേജ് കമ്പയർ ടു അനദർ കോളേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ഓപ്ഷൻ ആണോ? ആക്ച്വലി മാൾട്ടയിലെ വൺ ഓഫ് ദ പ്രോമിനന്റ് കോളേജസ് ആണ് എംകാസ്റ്റ്. പിന്നെ വരുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട. ബിക്കോസ് ഇപ്പം റീസെന്റ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട്, സിറയിൽ ലൊക്കേറ്റഡ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ലൈക്ക് അവരുടെ ലൈസൻസ് റിവോക്ക് ആയി. ഞാൻ ആ ന്യൂസ് കേട്ടായിരുന്നു. എന്നിട്ട് 80ഓളം പിള്ളേരെ ആ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. അതിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാമോ? അത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ബട്ട് എന്തൊക്കെ ഇഷ്യൂസ് കാരണം ഐഡന്റിറ്റി മാൾട്ട അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്തു. അപ്പൊ റിവോക്ക് ചെയ്തപ്പം ആ രജിസ്റ്റേർഡ് വന്ന സ്റ്റുഡൻസ്, അതായത് നാട്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് എല്ലാവർക്കും അവർക്ക് ആ ഒരു അവർ ID കാർഡ് വെച്ചപ്പോഴത്തേക്ക് അവരുടെ എല്ലാം റിവോക്കായി. സോ അവർക്ക് പിന്നെ ID കാർഡ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരേണ്ടി വന്നു. എക്സാക്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ബ്രിട്ടിക്കറ കോളേജ് അവരെല്ലാരും ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ന്യൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. നമുക്ക് ചെറുതായിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയതാണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ നിന്നും കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോളേജോ സെലക്ട് ചെയ്യാനായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ജസ്റ്റ് ഫീസ് കുറവാണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മളിപ്പം ഏജൻസിക്കാർ അവരെന്തായാലും അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളേജിൽ അവർ ചേർക്കാൻ. പക്ഷെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഇപ്പം നമുക്ക് എല്ലാവർക്കും യൂട്യൂബ്സും, ഏത് കൺട്രി എടുത്താലും യൂട്യൂബ്സും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. നമ്മളൊന്ന് റിസർച്ച് ചെയ്യാം, നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാം, ഒരു അനലൈസ് ചെയ്യാം. അതായത് ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി വാലിഡ് ആണോ, അവിടെ പിള്ളേർ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആരെങ്കിലോടൊന്ന് ചോദിച്ചു നോക്കി. ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്ന ടൈമിലൊന്നും നമുക്ക് അങ്ങനെ റിസോഴ്സ് ഇല്ലായിരുന്നു. ആക്ച്വലി മാൾട്ട ആ
ആരും കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കൺട്രി ആയിരുന്നു. ബിക്കോസ് ഇപ്പൊ എന്റെ പേരൻസ് ആയാലും ശരി, എന്റെ ഇൻലോസ് അവരോട് കൺവിൻസ് ചെയ്ത് ഞാൻ മാൾട്ടയിൽ വന്നതെന്ന് പാടുപെട്ടിട്ടായിരുന്നു. ബട്ട് ഇന്നത്തെ ജനറേഷൻസ് അല്ലെങ്കിൽ ഇപ്പത്തെ വരുന്ന പിള്ളേർക്കൊന്നും ആ പ്രോബ്ലം ഇല്ല. ബിക്കോസ് ഇഷ്ടം പോലെ ബ്ലോഗ്സും ഇഷ്ടം പോലെ വീഡിയോസും ഉണ്ട് മാൾട്ടയെ കുറിച്ചിട്ട്. ഒരുപാട് ഹൈലൈറ്റ് ഇവൻ ഏജൻസിക്കാർക്കും ഒരുപാട് മാൾട്ടയെ കുറിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി മാൾട്ട. പക്ഷെ ഇപ്പൊ അല്ലെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും റിസർച്ച് ചെയ്തിട്ട് ഏതൊരു ഇതിൽ പോയാലും ശരി റിസർച്ച് ചെയ്തിട്ട് വരാം. അതായത് നമ്മളിത് പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവരുത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മള് ഈ ഒരു കാര്യങ്ങൾ ഇത്ര സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് പോവും, നിങ്ങൾ അടിച്ച പേയ്മെന്റ് പോവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പിള്ളേർക്കും തിരിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ഈ അടിച്ച ഫീസും അവർ ഈ വന്ന ടിക്കറ്റിന്റെ ചാർജും അവരുടെ ഡ്രീംസും എല്ലാം ഇപ്പം നഷ്ടപ്പെടേണ്ടതായിരുന്നു. ബട്ട് ഇപ്പൊ ആസ് ഓഫ് നൗ ഞാൻ കേട്ടതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പർട്ടിക്കുലർ സ്റ്റുഡൻസിന് വേറെ കോളേജിൽ ചെയ്യുമെന്നാ പറയുന്നത്. പക്ഷെ ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല ഫ്യൂച്ചർ ഓൺലി ഇങ്ങനെ അവർ ചെയ്യുമോ എന്നുള്ളത്. സ്റ്റാർട്ടിങ് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അടിച്ച അമൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ അപ്പൊ ആ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് വന്ന എൻക്വയറീസിലെ ഏറ്റവും ഒരു വലിയൊരു എൻക്വയറി തന്നെയാണ് സ്റ്റുഡന്റ് കാർഡ് ആവാണ്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും അല്ല. നമ്മള് എപ്പോഴും നമ്മള് ഇവിടെ എസ്പെഷ്യലി ഇപ്പൊ മാൾട്ടയില് റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കറന്റ്ലി പണ്ടത്തെക്കാലം ഇപ്പോ വളരെയധികം സ്ട്രിക്റ്റും കാര്യങ്ങളും ചെക്കിങ്ങും അതുപോലെ ഒരുപാടുണ്ട്. ഭയങ്കര ചെക്കിംഗ് ആണ്. സോ ഇപ്പൊ ആസ് ഓഫ് നൗ ഒരിക്കലും നമുക്ക് പാർട്ട് ടൈമിന് ID കാർഡ് ഇല്ലാണ്ട് അല്ലെങ്കിൽ പേപ്പർ വർക്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് കറക്റ്റ് പ്രൊസീജിയർ തന്നെ പോകുന്ന ആണ് നല്ലത്. ഇല്ലീഗലി ചെയ്യാം, പക്ഷെ അത് പിന്നെ പ്രശ്നം കഴിഞ്ഞാൽ ഡീപ്പോർട്ടേഷൻ ആണ്, പിന്നെ ബാൻ അടിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോ അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും കടക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ബേസിക്കലി ഇപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റുഡന്റ് കാർഡും കാര്യങ്ങളൊക്കെ ആയി സെക്കൻഡറി പെർമിറ്റ് ഒക്കെ ആയി വരാനായിട്ട് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ എത്ര ഒരു ടൈം എടുക്കുന്നുണ്ട്? അത് കേസ് ഓൺ കേസ് ആണ്, ഡിപ്പെൻസ് ആണ്. ബട്ട് മോസ്റ്റ്ലി ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇറ്റ് ടേക്സ് അറൌണ്ട് 4 to 5 months ആണ്. അതായത് നമുക്ക് ID കാർഡ് കിട്ടാൻ തന്നെ ID കിട്ടാൻ നമ്മളെ ഫസ്റ്റ് നമ്മൾ വന്നോടെ നമ്മൾ അടുത്തേ വന്നോടെ നമ്മൾ ID കാർഡിനാണ് അപ്ലൈ ചെയ്യുക, സ്റ്റുഡന്റ് ID കാർഡ്. അത് തന്നെ മോസ്റ്റ്ലി എല്ലാവർക്കും 4 to 5 months എടുക്കും എന്നാണ് ഞാൻ കേൾക്കുന്നത്. പലർക്കും പല രീതിയിലാണ് അത് എടുക്കുന്നത്. അത് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ടൈം ഫ്രെയിം നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലവർക്ക് 2 മാസം കൊണ്ട് കിട്ടും, ചിലവർക്ക് 3 മാസം കൊണ്ട് കിട്ടും, ചിലവർക്ക് 4-5 മാസങ്ങൾ വരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. വൺസ് നമുക്ക് സ്റ്റുഡന്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഇവിടെ സെക്കൻഡറി പെർമിറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈ പാർട്ട് ടൈം ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കിൽ പാസ് ആവശ്യമാണോ? ഹോട്ടൽ ഇൻഡസ്ട്രി ആണെങ്കിൽ വേണം. ബിക്കോസ് മാൾട്ടയിൽ മെയിൻലി 2 ഇൻഡസ്ട്രീസ് ആണ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ഒന്ന് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഉണ്ട്, പിന്നീട് ഒന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഉണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നഴ്സസും കെയറേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രി ആണ്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റേഴ്സ്, ബാർടെൻഡേഴ്സ്, ഹൗസ് കീപ്പിംഗ്, പിന്നെ ഡ്രൈവേഴ്സിന് ഇവർക്കുണ്ട്. പിന്നെ മെയിൻലി ഇവിടെ സ്റ്റുഡൻസിന് വരുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആണ്. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഒരുപാടുണ്ട്. മാൾട്ട അതിലാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കേ, സോ അതിന് സ്കിൽ പാസ് മാൻഡേറ്ററി. ഹലോ, അപ്പൊ ഇതാണ് ബിംസേച്ചിയുടെ കൊച്ചു ചെറുക്കൻ. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ മോഹം കാണിക്കാനായിട്ട് വന്നതാണ്. ആരോടെ ഒരു ഹായ് പറഞ്ഞേ. ഹലോ, ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആള്. ഇവിടെ ജനിച്ചതാണ് ആള്. ഇനിയും നെക്സ്റ്റ് ഫ്യൂ ആൾക്ക് എന്താ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒക്ടോബറിൽ ഇവിടെ ഒക്ടോബറിൽ ക്ലാസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്നും വന്ന എൻക്വയറീസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു എൻക്വയറി തന്നെയാണ് ഇവിടെ പഠിക്കാൻ വന്നിട്ട് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്നുള്ളത്. അതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ്? പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ ജോബ് കിട്ടത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഈച്ച് ആൻഡ് എവറി കോഴ്സിന് അതിൻ്റെതായ ഒരു സ്റ്റേറ്റ് ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പം നമ്മൾ അതിന് അപ്ലൈ ചെയ്യണം. ബിക്കോസ് ഇവിടെ ചില പിള്ളേരുണ്ട്, ചില സ്റ്റുഡൻസ് ഉണ്ട് ഇതേപോലെ അവർ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാണ്ട് നേരെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യും. വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻ പ്രോസസ് നടക്കുന്ന സമയത്ത് എംപ്ലോയർ അതിനെ ക്യാൻസൽ ചെയ്യും. അപ്പൊ അവർക്ക് സ്റ്റുഡന്റും ഇല്ല, വർക്ക് പെർമിറ്റും ഇല്ലാത്ത ഒരു സ്റ്റാറ്റസ് വരും. അപ്പൊ അത് അവർ ഇല്ലീഗലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ സ്റ്റേ ബാക്കിന്റെ യൂസ് ചെയ്യാം. അതായത് നമ്മള് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോഴ്സ് വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഒരു 3 months or 6 months സ്റ്റേ ബാക്ക്. ആ സ്റ്റേ ബാക്കിന്റെ ഓപ്ഷൻ അത് അപ്ലൈ ചെയ്ത് ആ ടൈം പീരീഡ് മുതൽക്ക് നമുക്ക് ജോബിന് സെർച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഡ്യൂറേഷനിൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുക, ജോബ് അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ സ്റ്റാറ്റസ് റിവോക്ക് ആവും.
അങ്ങനെയാണ്. സോ ബെറ്റർ നമ്മൾ എപ്പോഴും സേഫ് കളി കളിക്കുക. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഈവൻ ഐഡന്റിറ്റി മാൾട്ടിൽ നിന്ന് പിള്ളേരെ പൊക്കിക്കൊണ്ട് പോകുന്ന കേസസ് നടക്കുന്നുണ്ട്. പോലീസ് വന്നിട്ട് അവർ ഇൻഫോം ചെയ്തിട്ട് ഐഡന്റിറ്റി മാൾട്ട് എല്ലാം പേപ്പർ റെഡി ആയിട്ട് ഐഡന്റിറ്റി മാൾട്ടിൽ നിന്ന് പോലീസ് റിവോക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കേസസ്. അപ്പൊ ഈ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് കോഴ്സ് ഫുള്ളി കംപ്ലീറ്റ്, അതായത് ഒരു അരിയേഴ്സും ഒന്നും ഇല്ലാണ്ട് ഫീസും കാര്യങ്ങളെല്ലാം അടിച്ച് ഒരു അരിയേഴ്സും ഇല്ലാണ്ട് നമ്മൾ ഫുള്ളി പഠിച്ച് ട്രാൻസ്ക്രിപ്റ്റ് ഫുള്ളി പാസ്സാവണം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ പഠിക്കാനാണ് ഇവിടെ വരുന്നതെങ്കിൽ ആ കോഴ്സ് പഠിച്ച് പാസ്സാവേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് പാസ്സാവാണ്ട് ഇതുപോലെയുള്ള വർക്ക് പെർമിറ്റ് അതിന്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ കയറ്റി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതുപോലെ ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്റ്റേ ബാക്ക് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമ്മളുടെ ജോലിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചിലവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, ചില സ്റ്റുഡൻസിന് കോൺഫിഡൻസ്, ഓക്കെ എനിക്ക് എംപ്ലോയർ റെഡി ആയി, സോ ഞാൻ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ആ കോൺഫിഡൻസ് തെറ്റാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ പാസ് സർട്ടിഫിക്കറ്റ്, അതും പാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്തിട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എക്സാക്ട്. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും. ബിക്കോസ് ഇവിടെ എല്ലാം എംപ്ലോയേഴ്സിനും നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. ചില വിചാരിക്കും ഓക്കെ ഞാൻ ഓഗസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യും, അതുകൊണ്ട് ഞാൻ അതിന്റെ മുമ്പത്തെ ജൂലൈയിൽ ഞാൻ അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചില സ്റ്റുഡൻസ് അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മളിപ്പോ ഓഗസ്റ്റിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ 1 month എടുക്കുമായിരിക്കും. സോ ആ ഒരു കയ്യിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ നമുക്ക് സത്യം പറയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് ആണ് അപ്പോൾ നമ്മൾ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നമ്മൾ അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട്. ഇപ്പൊ വർക്ക് ആയാലും ശരി, സ്റ്റേ ബാക്ക് ആയാലും ശരി. പക്ഷെ അതിന്റെ മുമ്പ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കസ്റ്റമർ കെയർ, ഐഡന്റിറ്റി മാൾട്ട് ഒരുപാട് ഇന്റർഫിയറൻസും കാര്യങ്ങളും, പിന്നെ നമ്മളെ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ള അഡ്വക്കേറ്റ്സിനെ കാണുന്നവരെ സ്റ്റുഡൻസും ഇങ്ങനെ അവര് നമ്മള് ഭയങ്കരമായിട്ടും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ചെയ്യുന്ന പിള്ളേരും ഉണ്ട്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നാട്ടിൽ നിന്നും മാൾട്ടയിലേക്ക് പഠിക്കാനായിട്ട് വരുന്ന പിള്ളേരുടെ വർധനവ് കൂടിയിട്ടുണ്ടോ പണ്ടത്തേക്കാൾ അപേക്ഷിച്ച്? ഇപ്പോഴും നല്ല രീതിയിൽ പിള്ളേര് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ടോ? അതെ, ഇപ്പോഴും വരുന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ മാൾട്ടയിൽ ഇപ്പം ആസ് ഓഫ് നൗ. ബിക്കോസ് ഇപ്പൊ സ്റ്റുഡൻസിനായാലും ശരി, വർക്ക് പെർമിറ്റ്സിനായാലും ശരി, ഒരുപാട് ഇഷ്യൂ ഉണ്ടെങ്കിലും ശരി, ഒരുപാട് പിള്ളേർ ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് അടുത്ത ഒരു ഇന്ത്യക്ക് വരാൻ പോകുന്നത് ഈ ഒക്ടോബറിലാണ്. ഇനിയിപ്പോൾ അതറിയില്ല എങ്ങനെയാണെന്നുള്ളത്, ബട്ട് സ്റ്റിൽ ഒരുപാട് പിള്ളേർ വരുന്നത്. എസ്പെഷ്യലി നമ്മുടെ തേർഡ് നാഷണൽസ് മെയിൻലി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ്, പിന്നെ ബിസിനസ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ഓരോരോ പ്രോമിനന്റ് കോഴ്സസ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിച്ച് പറഞ്ഞു ഓൾറെഡി സ്റ്റുഡന്റ് വിസയിലാണ് ഇവിടെ വന്നതെന്ന്. അപ്പോ സ്റ്റുഡന്റ് വിസയിൽ വരുന്നതിനേക്കാളും നല്ലത് വർക്ക് വിസയിൽ വരുന്നതാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഡിപ്പെൻഡ്സ് ആണ്, ലൈക് കേസ് ടു കേസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ വന്ന ടൈമിന് നമ്മളിപ്പം സ്റ്റുഡന്റ് ആയിട്ട് വർക്ക് വിസയിൽ വരുവായിരുന്നെങ്കിൽ അത് ഇച്ചിരി ഇഷ്യൂ വന്നേനെ. ഞാൻ വന്ന ടൈം എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈം ആയിരുന്നു. സോ അപ്പോഴ് ജോബ് കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ആണ്, നമുക്ക് ഏതാണ് ഇപ്പൊ നമുക്കിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമുക്ക് വർക്ക് വിസയിൽ വരാം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഓക്കെ നമുക്കൊരു ജോബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് ആവും, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റുഡന്റിന് വന്നിട്ട് നമ്മളൊന്ന് എൻവയറമെന്റ് ഒക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരിക്കും. അപ്പോ ഈ സ്റ്റുഡന്റ് വിസയിൽ പഠിച്ചത് കൊണ്ടാണ് ബിൻസിക്ക് ഇപ്പോൾ എംകാസ്റ്റ് പോലെയുള്ള ഇത്രയും നല്ലൊരു കോളേജിൽ ജോലി കിട്ടിയത്. അതിന്റെ ഒരു ആ കോഴ്സിന്റെ ആ ഒരു ഇത് ബിൻസിക്ക് ഉണ്ടായിരുന്നോ ഈ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത്? അഫ്കോഴ്സ് നല്ലപോലെ ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഭയങ്കര നമ്മുടെ സിവിയിലേക്ക് ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓരോരോ കമ്പനീസിൽ അവർക്ക് ഈ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിള്ളേർ പഠിച്ചിറങ്ങുന്നത് ഭയങ്കര കാര്യമാണ്. എസ്പെഷ്യലി എംകാസ്റ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട, ഇതൊക്കെ ആക്ച്വലി നല്ല ഒരു പ്രോമിനന്റ് കോളേജസ് ആണ്. നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഇതാണ്, നല്ലൊരു കോളേജ് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നല്ലൊരു കോളേജ് പഠിക്കുമ്പോൾ അത് പഠിത്തം കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള ആ ഒരു അവസരം കുറച്ചും കൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് കോഴ്സും അതുപോലെ തന്നെ കോളേജും സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് സെലക്ട് ചെയ്യുന്നത് പറയുന്നതിന്റെ കാരണം. ഓക്കെ, അപ്പൊ ബിൻസിക്ക് ഇപ്പോ പഠിച്ച കോളേജിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ ആ ഒരു പ്രൗഡ് തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ ആ കോളേജിൽ വന്ന് പഠിച്ചു, ഇപ്പൊ അവിടെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഇപ്പോ അതിന്റെ ഒരു ഫീലിംഗ് എന്താണ് തോന്നുന്നത്? അത് നല്ല പ്രൗഡാണ്. ഈ പറഞ്ഞ പോലെ നമ്മള് പഠിച്ചെടുത്ത് തന്നെ വർക്ക് ചെയ്യാ എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്രൗഡ്നെസ് ഫീലിംഗ് തന്നെയാണ്. പിന്നെ പ്ലസ് അത് എനിക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഇപ്പം ഈ പറഞ്ഞ പിള്ളേർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ തേർഡ് നാഷണൽസ് ഒക്കെ വരുമ്പം
അവർക്ക് എന്തെങ്കിലും എൻക്വയറീസ്, അത് ചിലപ്പോൾ എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള സംഭവം അല്ലെങ്കിൽ പോലും ഈവൻ ഐഡന്റിറ്റി മാൾട്ടേന്റെ ചില കാർഡ് റിലേറ്റഡ് എൻക്വയറീസ് ആണെങ്കിൽ പോലും അതെനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ആ റിയൽ ഫേസിൽ നിന്നുകൊണ്ട് ആ ലൈവ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായോണ്ട് എനിക്ക് വേറെ ആൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇറ്റ്സ് മോർ ഈസിയർ എനിക്ക് ആക്ച്വലി. ബിക്കോസ് എനിക്ക് നമുക്കിപ്പം എങ്ങനെയാണ് ആ കേസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് റിസോൾവ് ചെയ്യാനായിട്ട് ഇഷ്യൂനെ അതൊക്കെ എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ അല്ലാണ്ടേയും ഞാനിപ്പോ കേറിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് 1.5 years ആയതേ ഉള്ളൂ ഇവിടെ എംകാസ്റ്റിൽ കേറിയിട്ട്. അപ്പം എനിക്ക് ഞാൻ പിള്ളേരോട് ചോദിക്കും, സ്റ്റുഡൻസിനെല്ലോടും ചോദിക്കും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്ന ആ പ്രീവിയസ് അതായത് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്ത പിള്ളേരോട് ഞാൻ ചോദിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളും, എന്തുവായിരുന്നു എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് കുറെ ഇൻപുട്സ് ഒക്കെ തരും. സോ എല്ലാ ഇൻപുട്ടും കൂടി ഒരു അവിയൽ പരുവത്തിൽ ഞാൻ പറയും. എക്സാക്ട്ലി. അപ്പൊ ബിൻസിയേച്ചി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എംകാസ്റ്റിൽ? എംകാസ്റ്റിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഞാൻ അതിൽ വന്ന് അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് ആസ് എ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ട്. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ടും അവിടെ ഏത് തരത്തിലുള്ള ഡീലിംഗ്സ് ആണ്? മെയിൻലി ഒഫീഷ്യൽ വർക്ക്സ് ആണ്. ലൈക്ക് മെയിൻലി സ്റ്റുഡൻസ് വരിക, അവരെ എൻറോൾ ചെയ്യുക, ഡിപ്പാർട്ട്മെന്റിലേക്ക് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുക, പിന്നെ ടൈം ടേബിൾ എല്ലാം അപ് ടു ഡേറ്റ് ആണോ നോക്കുക. പിന്നെ ഇവർക്ക് ചില കോഴ്സസിനൊക്കെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സോ അവരതെല്ലാം ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് അവർലി ബേസിസിലെല്ലാം കറക്റ്റ് അല്ല അപ്ഡേറ്റ് ആവുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ആസ് യൂഷ്വൽ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഓഫീസ് വർക്ക് പോലെ എക്സാം പേപ്പേഴ്സ് പ്രിന്റ് ചെയ്യുക, ആൻസർ സ്ക്രിപ്റ്റ്സ് റെഡിയാക്കുക, ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്യുക, അതൊക്കെയാണ് മെയിൻലി ഒരു ഓവറോൾ ജോബ് എന്ന് പറയുന്നത്. പ്ലസ് ഞങ്ങളുടെ അവിടെ വരുന്നത് കൂടുതലും തേർഡ് നാഷണൽ പിള്ളേർ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ കോഴ്സ് ചെയ്യുന്നത് ഞാൻ നഴ്സിംഗിലാണ്. നഴ്സിംഗ് നമുക്ക് BSc നഴ്സിംഗ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജിങ് കോഴ്സും ഉണ്ട്, 1 yearന്റെ ബ്രിഡ്ജിങ് കോഴ്സും ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത്. അത് മെയിൻലി നമ്മുടെ പിള്ളേരാണ് കൂടുതലും വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് വരുന്നുണ്ട് മാൾട്ടയിലേക്ക്, നേഴ്സിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്രിഡ്ജിങ് കോഴ്സ് പഠിക്കാനാണെങ്കിലും. ഇത് മെയിൻലി ഈ രണ്ട് കോഴ്സസ് ആണ് നമ്മുടെ ആൾക്കാർ കൂടുതലുള്ളത്. അപ്പോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു നേഴ്സിംഗിന്റെ ബ്രിഡ്ജിങ് കോഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ നേഴ്സുമാരുടെ അവസരങ്ങളും ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.